നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ പോകുന്ന അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷുവർ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ്. എക്സാം ടഫ് ആക്കണമെങ്കിൽ ഈ മോഡൽ ക്വസ്റ്റ്യൻ വരും. നിങ്ങൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഗ്രാഫ്സ് നോക്കുക. സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് നോക്കുക. ഡൊമിനിയൻ റേഞ്ചും പഠിക്കുക. നാളത്തെ ക്വസ്റ്റ്യനിൽ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും. നെക്സ്റ്റ് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഒരു വെക്ടർ തന്നിട്ട് അതിന്റെ പാരലൽ വെക്ടറും പെർപെൻഡിക്കുലർ വെക്ടറും കണ്ടുപിടിക്കാൻ പറയും. ഞാൻ എങ്ങനെയെന്ന് പറഞ്ഞുതരാം. സപ്പോസ് ഒരു വെക്ടർ ഇങ്ങനെ പറയാണ് a = 2i + 3j + 4k. ഒറ്റ മാർക്ക് ക്വസ്റ്റ്യൻ, ഒറ്റ മൈൻഡ് ഉത്തരം. ഇതിന്റെ ആൻസർ ഒരു വെക്ടർ തന്നിട്ട് ഇതിന്റെ പാരലൽ വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആണ് b എന്ന് പറഞ്ഞ വേറൊരു വെക്ടർ, പാരലൽ വെക്ടർ. ഇതിനെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുക. എന്താണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ 4i + 6j + 8k. അത്ര എഴുതി വെച്ചാൽ മതി. This is parallel vector. ഒരു വെക്ടർ തന്നിട്ട് പാരലൽ വെക്ടർ എഴുതാൻ പറഞ്ഞാൽ അതിന്റെ ഒരു പ്രൊപ്പോർഷൻ ഒരു വെക്ടർ എഴുതുക എന്ന് പറഞ്ഞാൽ അതിന് ഇഷ്ടമുള്ള ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക. ദിസ് ഇസ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ. ഒരു വെക്ടർ റൈറ്റ് ദ പാരലൽ വെക്ടർ ഓഫ് ദി ഗിവൺ വെക്ടർ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന വെക്ടറിനെ ഇഷ്ടമുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അതാണ് പാരലൽ വെക്ടർ. ഇനി നിങ്ങളടുത്ത് പറയാണ് റൈറ്റ് ദ പെർപെൻഡിക്കുലർ വെക്ടർ ഓഫ് ദി ഗിവൺ വെക്ടർ. ഒരു വെക്ടർ ഇങ്ങനെ തരയാണ്. ഈ സെയിം വെക്ടറിനെ എടുക്കട്ടെ. 2i + 3j. ഒരു ചെറിയ ഒരെണ്ണം എടുക്കാം കേട്ടോ. ഞാൻ i + 2j + 3k. ഇത് മതി. ഓക്കെ, ഇതിന്റെ പെർപെൻഡിക്കുലർ വെക്ടർ ഞാൻ വേറൊരു b എന്ന് പറഞ്ഞ പെർപെൻഡിക്കുലർ വെക്ടർ. പെർപെൻഡിക്കുലർ വെക്ടർ എന്ന് പറഞ്ഞ കണ്ടീഷൻ അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ഇടണം. ഡോട്ട് പ്രോഡക്റ്റ് 0 കിട്ടത്തക്ക രീതിയിൽ ചെയ്യാൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല, ഇവിടെ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. ഷോർട്ട് കട്ടാണ്. നിങ്ങൾ ഈ ഐയുടെ ഒരു സൈൻ മാറ്റുക, -i. ഓക്കെ, പ്ലസ് ഈ ജെയുടെ അത് ജെ അങ്ങനെ തന്നെ എഴുതുക. ഓക്കെ, കെയുടെയും കൂടെ ഒന്ന് സൈൻ മാറ്റി. ഓക്കെ, കെ. അപ്പം നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -1 + 2. അത് കിട്ടത്തില്ല. സംഭവം ഇങ്ങനെയാണ്. നിങ്ങൾ ഇത് കുറച്ച് കോൺസെപ്റ്റ് വെച്ച് ചെയ്യണം. വേറെ ഒന്നുമില്ല. ഇവരുടെ കോഎഫിഷ്യന്റ് ആരാ? 1 2 3. ഇതിന്റെ കൂടെ ഏതെങ്കിലും നമ്പേഴ്സ് മൾട്ടിപ്ലൈ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുമോ നോക്കാം. മൾട്ടിപ്ലൈ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുമോ നോക്കാം. അത്രേ ഉള്ളൂ. നിങ്ങൾ 1 + 2 ആഡ് ചെയ്യുമ്പോൾ 3 അല്ലേ? 3 - 3 0 അല്ലേ? ആ രീതിയിൽ ആഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്തിനു കിട്ടാം? ഇത് i തന്നെ കൊടുക്കാം, ഇത് j തന്നെ കൊടുക്കാം, ഇത് -k കൊടുക്കാം. മനസ്സിലായോ? ഇത് രണ്ടും ആഡ് ചെയ്യും. ഇനി നിങ്ങൾ മൾട്ടിപ്ലൈ 1 × 1 1. നിങ്ങൾ ഇത് പരസ്പരം ഡോട്ട് പ്രോഡക്റ്റ് 0 കിട്ടും എന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാം. ഇതിന്റെ 1 to 1 ഇയാളുടെ ആരാണ്? 1 1 -1 അല്ലേ? മൾട്ടിപ്ലൈ 1 + 2 3 എന്ന് പറഞ്ഞാൽ 1 × ഇങ്ങനെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് നോക്കുക. 1 × 1 1 2 -3 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 0 വരും. ആ രീതിയിൽ കിട്ടുന്ന നിങ്ങളൊരു വെക്ടർ ക്രിയേറ്റ് ചെയ്യണം നിങ്ങളെ മൈൻഡ് വെച്ച്. എന്ന് പറഞ്ഞാൽ ഇവരുടെ കോഎഫിഷ്യൻസ് എടുക്കുക. അവരുടെ കോഎഫിഷ്യൻസിന് വേറെ ഏതെങ്കിലുമൊക്കെ ഒരു നമ്പർ ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തുമ്പോൾ 0 കിട്ടണം. ഒരു ലീനിയർ കോമ്പിനേഷൻ പോലെ ഇഷ്ടമുള്ള നമ്പർ കൊടുക്കുക. ഈസി ആയിട്ട് നിങ്ങൾ ഒന്നിന്റെ കോമ്പിനേഷൻസ് ഒക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇതിനെ ഏതോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് പരസ്പരം ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടണം. ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്ന കോൺസെപ്റ്റ് എടുക്കുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സും കൂടെ എടുത്തോളുക. യൂസ് യുവർ ബ്രെയിൻ യൂസ് ചെയ്താൽ മതി. ഇത് ബേസിക് ആണ്. മനസ്സിലായോ? ഈ കോഎഫിഷ്യന്റ് എടുത്തിട്ട് വേറെ ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ 1 ഉം -1 ഏതെങ്കിലും കോമ്പിനേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്ന രീതിയിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും വരുന്നത്. ആ രീതിയിലെ ക്വസ്റ്റ്യൻ വരുള്ളൂ. അപ്പൊ അത് വെച്ച് എന്ത് ചെയ്യുക? പെർപെൻഡിക്കുലർ വെക്ടർ കണ്ടുപിടിക്കുക. അപ്പൊ ഈ b എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ വെക്ടർ ആയിരിക്കും. ഇത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത് തോട്ട് പ്രോസസ് ചിന്തിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. 1 2 3 ഇതിന്റെ പെർപെൻഡിക്കുലർ വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതാണ് ഷോർട്ട് കട്ട് കേട്ടോ. ചിന്തിച്ച് ചെയ്യാൻ വേറെ മെത്തേഡ് ഉണ്ട്. ഇതാണ് ഷോർട്ട് കട്ട്. ക്ലിയർ? എന്നാൽ ഈ രണ്ട് വെക്ടറിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 ഇടണം. ആ രീതിയിൽ ഈ വെക്ടറിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഫ്രെയിം ചെയ്യണം. ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് 1 × 1 + 2 × 1 + 3 × -1 = 0 കിട്ടും. ആ രീതിയിൽ നിങ്ങൾ ഇതിനെ ഫ്രെയിം ചെയ്യണം. ഇതേപോലത്തെ വേറെ വെക്ടേഴ്സും അവൈലബിൾ ആണ്. തൽക്കാലം ഇത് മതി. ക്ലിയർ ആണേ? സംശയം ഉണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് പോ. എക്സാമിന് നാളെ ചോദിക്കും. 3Dയിലെ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഇത് തന്നിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള കാർട്ടീഷ്യൻ ഫോമിൽ അല്ല. ആദ്യം കാർട്ടീഷ്യൻ ഫോമിൽ ആക്കുക. ഇതിന്റെ ഡിനോമിനേറ്ററുള്ള ഈ വെക്ടേഴ്സിനെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് = 0 കൊടുക്കുക. അവിടുന്ന് പിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഈ മോഡൽ ക്വസ്റ്റ്യൻ ചോദിക്കും. നാളെ പഠിച്ചിട്ട് പോകണം. നെക്സ്റ്റ്, നമ്പർ ഓഫ് ആർബിറ്ററി കോൺസ്റ്റന്റ് ജനറൽ സൊല്യൂഷൻ. ജനറൽ സൊല്യൂഷൻ നമ്പർ ഓഫ് ആർബിറ്ററി കോൺസ്റ്റന്റ് നത്തിങ് ബട്ട് വിച്ച് ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നിങ്ങളെ ഒരു ജനറൽ സൊല്യൂഷനിലെ നമ്പർ ഓഫ് ആർബിറ്ററി കോൺസ്റ്റന്റ് എത്ര? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഇവിടെ നോക്കിയേ, d²y/dx² + dy/dx + x = 0. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എത്ര? 2. അപ്പൊ ഇതിലെ നമ്പർ ഓഫ് ആർബിറ്ററി കോൺസ്റ്റന്റ് എത്രയാണ്? 2. കാരണം ഓർഡറും ഡിഗ്രി എല്ലാവരും കണ്ടുപിടിക്കാൻ പഠിച്ചോളാം.
ഓർഡർ ഡിഗ്രി എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, ഓർഡർ ഡിഗ്രി കണ്ടുപിടിക്കാൻ അറിയാം. അപ്പൊ ജനറൽ സൊല്യൂഷൻ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് അതിലെ ജനറൽ സൊല്യൂഷനിൽ എത്ര ആർബിറ്ററി കോൺസ്റ്റന്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ ഓർഡർ എത്രയാണ്. ഇനി നമ്പർ ഓഫ് ആർബിറ്ററി കോൺസ്റ്റന്റ് ഇൻ എ പർട്ടിക്കുലർ സൊല്യൂഷനിൽ എത്ര ആർബിറ്ററി കോൺസ്റ്റന്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ 0. എന്താണ് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? സൊല്യൂഷൻ വിച്ച് ആർ ഫ്രീ ഫ്രം ആർബിറ്ററി കോൺസ്റ്റന്റ്സ് ഇല്ലാത്ത സൊല്യൂഷൻ ആണ് പർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പോൾ പർട്ടിക്കുലർ സൊല്യൂഷനിലെ ആർബിറ്ററി കോൺസ്റ്റന്റ്സിന്റെ എണ്ണം 0യും ജനറൽ സൊല്യൂഷനിലെ ആർബിറ്ററി കോൺസ്റ്റന്റ്സിന്റെ എണ്ണം അതിന്റെ ഓർഡറും തന്നെയാണ്. പഠിച്ചു വെക്കുക, നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രേഷന്റെ ഈ ഫോർമുല ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കാം. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിൽ ആൻസർ ലോഗ് മോഡ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ട്, പക്ഷെ ഡിനോമിനേറ്റർ റൂട്ടിന്റെ അകത്താണെങ്കിൽ ആൻസർ 2 റൂട്ട് ഡിനോമിനേറ്റർ. ക്ലിയർ? ഇനി ഇന്റഗ്രൽ e raised to x into f of x plus f dash of x ആണെങ്കിൽ ആൻസർ e raised to x into f of x. ഇതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് എക്സാമ്പിൾ. e raised to x into sin x plus cos. sin x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, അതിന്റെ ഡെറിവേറ്റീവ് cos x അല്ലേടാ. സോ ഇതിന്റെ ആൻസർ ആരാ? e raised to x into sin x plus c. ഇതാണ് e raised ഒരു ഫംഗ്ഷൻ അകത്തുണ്ട്, അതിന്റെ ഡെറിവേറ്റീവ് കൂടെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫോർമാറ്റിലാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നതെങ്കിൽ ഇതാണ് ഫംഗ്ഷൻ, ഇയാളുടെ ഡെറിവേറ്റീവ് ആണിത് എങ്കിൽ ആൻസർ e raised to x into f of x. ഈ 3 കണക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്കിന് നാളെ ചോദിക്കും. ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ ഉണ്ടെങ്കിൽ ലോഗ് മോഡ് ഡിനോമിനേറ്റർ ആണ് ആൻസർ. ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ ഉണ്ട്, പക്ഷെ പ്രൊവൈഡഡ് ഡിനോമിനേറ്റർ റൂട്ടിന്റെ അകത്താണെങ്കിൽ ആൻസർ 2 റൂട്ട് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് e raised to x into f of x plus f dash of. അതിന്റെ ഒക്കെ ഇന്റഗ്രലിന്റെ ആൻസർ ആരാ? e raised to x into f of x plus c. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും, പഠിച്ചു വെച്ചോളുക. ക്ലിയർ? അപ്പൊ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിൽ എന്തെങ്കിലും ഒരെണ്ണം 1 മാർക്ക് 2 മാർക്ക് വെച്ച് കിട്ടിയിരിക്കും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക കേട്ടോ, കാരണം ഇതിന് പറഞ്ഞ ക്വസ്റ്റ്യൻ എക്സാമിന് കിട്ടുകൂടാ, നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഫൈനൽ ടച്ച് ആണ് ഈ വീഡിയോ. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇതൊക്കെ പഠിച്ചിട്ടേ പോകാവൂ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, പൊളിച്ചിട്ട് വാ.